നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച വിദേശ വ്യവസായിയുടെ മൊഴി. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന് വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി. ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൊണ്ടി മുതൽ കണ്ടെത്താനാകാതെ SIT. ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ഹർജി ഹൈക്കോടതിയിൽ. സ്വർണം വാങ്ങിയ ഇനത്തിൽ 10 ലക്ഷത്തിലേറെ രൂപ നൽകിയെന്ന് ഗോവർദ്ധൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും കോടതി. മണ്ഡലപൂജയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഭക്തിസാന്ദ്രം. ഘോഷയാത്ര 26-ന് ശരംകുത്തിയിൽ. മണ്ഡലപൂജ 27-ന്. സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ ജനുവരി 22 വരെ അവസരം. അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന്. സമയം നീട്ടി നൽകണമെന്ന ആവശ്യത്തോട് പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് സൂചന. മകളായ ഹിമ, കണ്ണൻ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മ ഉഷയും ജീവനൊടുക്കിയെന്ന് പോലീസ്. മുറിയിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെത്തി. എറണാകുളം വൈറ്റിലയിൽ വാഹനാപകടം. ഇടപ്പള്ളി ബൈപ്പാസിൽ കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. കാൽനട യാത്രക്കാരനും പരിക്ക്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ശ്രീലങ്കയിൽ. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കലാണ് BJP ലക്ഷ്യം വെക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. വിമർശനം ബെർലിനിലെ ഹേത്തി സ്കൂളിൽ നടന്ന പരിപാടിയിൽ. വിദേശ മണ്ണിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കിയെന്ന് BJP. വടക്കേ ഇന്ത്യയിൽ പുകമഞ്ഞ് അതിരൂക്ഷം. 14 വിമാന സർവീസുകൾ റദ്ദാക്കി. ട്രെയിൻ സർവീസുകളും പ്രതിസന്ധിയിൽ. ഇന്ത്യയിൽ നിന്നുള്ള വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ബംഗ്ലാദേശ്. തീരുമാനം ഡൽഹിയിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെ. ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ധാക്കയിൽ മനുഷ്യച്ചങ്ങല. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച വിദേശ വ്യവസായിയുടെ മൊഴി. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. സാരംഗ് സുധാകരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സാരംഗ്, വളരെ നിർണായകമായ മൊഴിയാണിപ്പോൾ ഈ വിദേശ വ്യവസായി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ഈ ഒരു ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ഒരു വ്യവസായിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പഞ്ചലോക വിഗ്രഹം അടക്കം കടത്തിയിരിക്കുന്നു. ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ എന്നൊരു ആശങ്ക തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്നു. കാരണം ഇത്തരത്തിൽ ഇത്ര ധൈര്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെയും മറ്റും സ്വർണം കടത്തണമെങ്കിൽ, അതായത് അത് വകമാറ്റി അടക്കം എടുക്കണമെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കൊള്ളയായിരിക്കില്ല എന്ന് പ്രതിപക്ഷവും മറ്റും ആദ്യം മുതൽ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയും ഈ ഒരു തനിക്കറിവുള്ള കാര്യങ്ങൾ മൊഴിയായി SITക്ക് മുൻപിൽ സമർപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അതിലൊരു പേര്, അതായത് ഇതുവരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേട്ടുകേൾവിയില്ലാത്തൊരു പേര് ഡി മണി എന്നൊരു വ്യക്തിയാണ് ഈ ഒരു വിഗ്രഹങ്ങൾ വാങ്ങിയത്. ഇതിന് ഇടനിലക്കാരനായി നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെ പ്രധാന കണ്ണിയായി നിലനിന്ന വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഈ ഒരു അന്വേഷണ സംഘം അതായത് ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ കണക്കിൽ നിന്നും പെടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതടക്കം. ഈ ഒരു സ്വർണ്ണക്കൊള്ള 2019 ആരംഭിച്ചത് മുതൽ 2019 ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ ഒരു വിജയ് മല്യ സ്വർണ്ണം പൂശിയതടക്കം തൊട്ടുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചു തുടങ്ങും. SIT അന്വേഷിക്കും, അന്വേഷണ പരിധിയിൽ വരും എന്ന തരത്തിലായിരുന്നു തുടക്കം തൊട്ട് തന്നെ ലഭിച്ച വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ, അതായത് ഈ രമേശ് ചെന്നിത്തലയുടെ
മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടക്കം നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു ഡി മണി എന്നൊരു വ്യക്തിയെയും അതിനൊപ്പം തന്നെ പഞ്ചലോക വിഗ്രഹം അടക്കം ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ട്. ഈ ഒരു അന്താരാഷ്ട്ര ബന്ധം, ഈ ഒരു പുരാവസ്തുക്കൾ കടത്തുന്ന അന്താരാഷ്ട്ര ശൃംഖലയുമായി ബന്ധമുണ്ടെന്നുള്ള സംശയം ഹൈക്കോടതി അടക്കം ഇതിനു മുൻപ് പരാമർശിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും മറ്റും മാധ്യമങ്ങളോടും പിന്നെ SIT അടക്കം മൊഴി നൽകുകയടക്കം ചെയ്തിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഡി മണി എന്നൊരു വ്യക്തി അയാൾ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ ഇത്രയും കാലം പുറത്തേക്ക് വന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ള അതിൻ്റെ വ്യാപ്തി അതിലേക്കാൾ വലിയൊരു വ്യാപ്തിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും കർശന നിരീക്ഷണവും കൃത്യമായി ഓഡിറ്റിംഗ് അടക്കം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വലിയൊരു സ്വർണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അത് കള്ളക്കടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉപരി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ മറ്റ് പല സാധനങ്ങളും അമൂല്യമായ പല വസ്തുക്കളും ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ശൃംഖലയാണ്. അത് ഉന്നതരിലേക്ക് എത്താൻ ഇനിയും SIT കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ ഒരു കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാനികളിലേക്ക് വീണ്ടും എത്താൻ കഴിയുന്നു എന്നത് ഒരു ശുഭസൂചനയാണ്. കാരണം സ്മാർട്ട് ക്രിയേഷൻ ഉടമയെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു, അവരുടെ കസ്റ്റഡി അപേക്ഷ അടക്കം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരു പുതിയൊരു ഇപ്പോൾ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ളതാണ്. ആ 4 വിഗ്രഹങ്ങൾ എവിടെ നിന്ന് എപ്പോൾ കടത്തി, ഏത് വർഷം കൊണ്ടുപോയി, ഇത് ശബരിമലയിലേത് തന്നെയാണോ, മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇനി അന്വേഷണ പരിധിയിലേക്ക് വരും അല്ലേ? തീർച്ചയായും. കാരണം ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ നടത്തുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലെയും അവസ്ഥ വിപരീതമാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ശബരിമലയിൽ നിന്ന് കടത്തുന്നുണ്ടെങ്കിൽ ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാത്ത നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടക്കം അമൂല്യമായ പല വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള അധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത ഒരു ക്ഷേത്രത്തിൽ നിന്നാണെന്ന് അടക്കമുള്ള കാര്യം, അത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ ഒരു സ്വർണ്ണക്കൊള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ ആ ഒരു ശബരിമലയിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ ഒരു പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് എന്നതിലൊരു ഉറപ്പില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ടുള്ള ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാനടക്കമുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് ഈ ഒരു മൊഴിയിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം. അതിൽ തന്നെ വ്യക്തമാണ് ഈ ഒരു കൊള്ളക്കടത്ത് സംഘവും ഈ ഒരു ക്ഷേത്രവും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി. അതിൽ ആരൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഉള്ളൊരു ബന്ധം കൃത്യമായി നിലനിർത്താനുള്ളൊരു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ശബരിമലയുമായി വർഷങ്ങളായുള്ള ബന്ധമുണ്ട്, അത് തന്ത്രിയുടെ മൊഴിയിലടക്കമുണ്ട്. അദ്ദേഹം അവിടെ സ്ഥിരമായി എല്ലാ വർഷവും എത്തുന്നയാളാണ്. അത്തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധം അദ്ദേഹമായിട്ട് ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണം അടക്കം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ള എത്രത്തോളം വ്യാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല കൂടുതൽ ക്ഷേത്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, പല ക്ഷേത്രങ്ങളിലും അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ വില നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ വിലയിൽ കണക്കാക്കുന്നതിനേക്കാൾ കൂടി പഴക്കത്തിനനുസരിച്ച് പുരാവസ്തുവിൻ്റെ വില വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റുമായുള്ള ബന്ധം കൂടി സ്ഥാപിച്ചെടുക്കാനുള്ളൊരു ശ്രമം, അതായത് അത്തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൃത്യമായ തെളിവുകളും കൂടുതൽ പ്രതികളിലേക്കും എത്താനുള്ളൊരു നീക്കം SIT ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് സാറേ, ഒരു കാര്യം കൂടി, വിഗ്രഹക്കടത്തിന് പണം കൈമാറിയത് 2020 ഒക്ടോബർ 26 എന്ന് ഈ വിദേശ പിന്നെ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. അതടക്കം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതാണെങ്കിൽ ആ സമയത്ത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. തീർച്ചയായും. കാരണം ശബരിമല എന്നൊരു ക്ഷേത്രം തീർത്തും സുരക്ഷാ കവചങ്ങൾ മീൻസ് വളരെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു CCTV അടക്കമുള്ള പല ഭാഗങ്ങളും ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരേണ്ടതുണ്ട്. മാത്രമല്ല ഇത് സ്വർണ്ണക്കടത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുൻപുള്ള, അതായത് ഇത്രയും കാലം പുറത്തേക്ക് വന്നിട്ടുള്ള പലതും മഹസറിലടക്കം, അതായത് രേഖകളിലടക്കം കൃത്രിമം കാണിച്ചുകൊണ്ടുള്ള, അത്രയും ധൈര്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വർണ്ണക്കടത്താണ്. അപ്പോൾ ഇതും അത്തരത്തിലുള്ള വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കടത്താവാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു ചോദ്യങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെയായിരുന്നു വർഷങ്ങളോളം ഉള്ള പല രേഖകളും ആവശ്യപ്പെട്ടിരുന്നു ദേവസ്വം ബോർഡിനടുത്ത്. ഈ വിജയ് മല്യ സ്വർണം പൂശിയതടക്കമുള്ള രേഖകളും അതുമായി ബന്ധപ്പെട്ടതും അതായത് ഈ ഒരു ശബരിമലയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല മാറ്റങ്ങൾ വരുത്തിയതും അതേപോലെ തന്നെ ലഭിച്ച പല ഇത്തരത്തിൽ ഭക്തർ നൽകിയ പല വസ്തുക്കളുടെയും എല്ലാ കണക്കുകളും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിലെല്ലാ
രേഖകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായി അതാണ് സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ആ കണക്കുകളെല്ലാം കൃത്യമായി ലഭിക്കണം, കണക്കുകൾ കൃത്യമായിരിക്കണം, രേഖകൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. ഡി മണി എന്ന ഒരു പേര് കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടന്നു വരികയാണ്. വിദേശ വ്യവസായി രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യവസായിയുടെ മൊഴി പുറത്തു വരുമ്പോൾ ഡി മണി ആരാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് ഡി മണി എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുക തന്നെയാണ്. സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ ഇനിയും കണ്ടെത്താനാകാതെ SIT എത്രമാത്രം സ്വർണം നഷ്ടമായെന്നതിലും അന്വേഷണം അവസാനിക്കുമ്പോഴും വ്യക്തതയില്ല. അതിനിടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്ന അവകാശവാദവുമായി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് ലഭിച്ച 475 ഗ്രാം സ്വർണത്തിന്റെ വിലയായി 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചു എന്നാണ് രേഖകൾ സഹിതം അവകാശപ്പെടുന്നത്. ശബരിമല വിഷയത്തിൽ CPM-ൽ 2 നിലപാട്. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴാണ് വിഷയം തിരിച്ചടിയായെന്നും എന്നാൽ അതിന്റെ ആഘാതമാണ് തിരിച്ചറിയാതെ പോയതെന്നും സംഘടനാ റിപ്പോർട്ടിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പരാമർശിച്ചത്. ജില്ലാ കമ്മിറ്റിയിലും സമാന വികാരമാണ് അംഗങ്ങൾ പങ്കുവച്ചത്. എന്നാൽ മറുപടിയിലും ശബരിമല വിഷയം തിരിച്ചടിയായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചു. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും 2 തട്ടിൽ നിൽക്കുന്നു ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അശ്വതി, CPM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ശബരിമല അവലോകനം ചെയ്യാൻ ചേർന്ന തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ ചേർന്ന ആദ്യ സെക്രട്ടറി യോഗത്തിന് ശേഷം പറഞ്ഞത് ശബരിമല തിരിച്ചടിയായെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ്. അതായത് അത്ര ഒരു വിശദമായ ചർച്ചയിലേക്ക് CPM കടന്നില്ലെങ്കിൽ പോലും പ്രാഥമിക വിലയിരുത്തൽ ശബരിമലയൊന്നും ആ രീതിയിൽ തിരിച്ചടിയായിട്ടില്ല. ശബരിമല തിരിച്ചടിയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും BJP വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നില്ലേ? ശബരിമല ഉൾപ്പെടുന്ന ജില്ലയിൽ വലിയൊരു തിരിച്ചടി CPM ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. മാത്രമല്ല പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വിജയിച്ചു വരാൻ ഇടതുമുന്നണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശബരിമല പ്രശ്നം അത്രത്തോളം കോൺഗ്രസും BJP-യും ഒക്കെ വലിയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആ രീതിയിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലാണ് CPM സംസ്ഥാന നേതൃത്വം നടത്തിയത്. പക്ഷേ ആ ഒരു വികാരമല്ല ജില്ലകളിലേക്ക് വരുമ്പോൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു. ജില്ലാ സെക്രട്ടറി വി ജോയ് വെച്ച റിപ്പോർട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് വയ്ക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് ശബരിമല തിരിച്ചടി ആയിട്ടുണ്ട്. അത് എത്രത്തോളം ആഘാതമുണ്ടാക്കുമ്പോൾ തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയി എന്നൊരു പരാമർശം ആ റിപ്പോർട്ടിലുണ്ട്. അതിനെ തുടർന്ന് ആ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലും പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും വലിയ വിമർശനമാണ് ശബരിമല വിഷയത്തിൽ ഉന്നയിച്ചത്. എന്തുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിച്ചു, എന്താണ് അതുകൊണ്ട് പാർട്ടിക്കുണ്ടായ നേട്ടം, മറിച്ച് ആ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ജയിലിലായിട്ടും ആ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കാത്ത എന്തുകൊണ്ടെന്ന ചോദ്യം ഉയർന്നു വന്നു. ശബരിമല വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം തന്നെയാണ്, അഭിപ്രായം തന്നെയാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. ശബരിമല പലപ്പോഴും ഈ നേതാക്കളൊക്കെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ അത് സ്ഥാനാർത്ഥികളായാലും നേതാക്കളായാലും വലിയ മറുപടി ഇല്ലാതെ ആളുകൾക്ക് മുന്നിൽ ചൂളിപ്പോകുന്ന അവസ്ഥയുണ്ടായി എന്നൊക്കെ നേതാക്കൾ ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. അത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് പോകണമെന്ന ആവശ്യമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ വീണ്ടും മറുപടി എന്ന രീതിയിൽ സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു. അദ്ദേഹം പക്ഷേ ശബരിമല അങ്ങനെ തിരിച്ചടിയായെന്ന് കരുതില്ല നിലപാട് ആവർത്തിക്കുകയായിരുന്നു. കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അത്തരമൊരു വിലയത്തിലേക്ക് പോയിട്ടില്ല. ശബരിമല വലിയ പ്രശ്നമാക്കി മാറ്റാൻ വലിയ CPM-നും സർക്കാരിനെതിരെ കൊണ്ടുവരാനൊക്കെ BJP-യും കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ട് പത്മകുമാറിനടക്കമുള്ളവർക്ക് നടപടി എടുത്തില്ല എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് പ്രൊസീജിയർ ലാപ്സാണ്. അതിനപ്പുറത്തേക്ക് ഈ കൊള്ളയിൽ ഈ സാമ്പത്തിക ക്രമക്കേടിൽ അവർക്ക് പങ്കുണ്ടെന്നതിന് ഇപ്പോഴും തെളിവ് പുറത്തു വന്നിട്ടില്ല. തെളിവുകളില്ല എന്നുള്ളത് ഒരു ബോധ്യമാണ് തനിക്കുള്ളതെന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചു. FIR-ലോ മറ്റേതെങ്കിലും കാര്യത്തിൽ ഇവർ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് കുറ്റപത്രം വരുന്നതുവരെ കാത്തിരിക്കാനുള്ള തീരുമാനം എടുത്തത്. ഇനി അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പാർട്ടി പോകും, അതിലൊരു സംശയവുമില്ല എന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. പക്ഷേ അവരെ ഇപ്പോൾ ഇവർ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് തെളിയിക്കാൻ ഒരു തെളിവുമില്ല. പ്രൊസീജിയർ ലാപ്സ് അവരുടെ ഭാഗത്ത് സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ ഇതിങ്ങനെ തട്ടിപ്പിന് ശ്രമിച്ചാൽ അത് തടയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു, ഭരണസമിതി അംഗങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ കേസിൽ പ്രതിയായെന്ന
വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. കേസിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് നടപടി ഉണ്ടാകും. വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അതിനുശേഷവും അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി എത്തിയപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കയറ്റി പോയതിലേക്ക് വിമർശനം ഉയർന്നു വന്നു. അതൊക്കെ തിരിച്ചടിയായെന്ന അഭിപ്രായം ചർച്ചയിൽ ഉയർന്നു വന്നപ്പോൾ അതിനെയും എം വി ഗോവിന്ദൻ പ്രതിരോധിച്ചു. എന്താണ് വെള്ളാപ്പള്ളി കാറിൽ കയറിയത്, എന്ത് തിരിച്ചടിയാണ് ഉണ്ടായത്? ഒരു തിരിച്ചടിയും അതിലുണ്ടായില്ല. മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുകയും ആ കാറിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോവുകയും അത് മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യമായിരുന്നില്ല. മാത്രമല്ല അത് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുമില്ല. അതിന്റെ പേരിൽ ശബരിമല അയ്യപ്പ സംഗമമൊക്കെ നല്ല കാര്യമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പൊതുവിൽ ഉയർന്നു വന്നത്. പക്ഷേ വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതൊക്കെ വിമർശിക്കപ്പെട്ടു. അതിനൊപ്പമാണ് ഈ ശബരിമല വലിയ തിരിച്ചടിയായെന്നൊരു വികാരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയുടെ വികാരമായി മാറില്ല. CPM സംസ്ഥാന നേതൃത്വം ഇതുവരെ ശബരിമല ഒരു തിരിച്ചടിയായെന്ന് വിലയിരുത്തുന്നില്ല എങ്കിൽ പോലും ജില്ലാ ഘടകങ്ങളിൽ അതിനുശേഷം താഴേക്ക് പോകുന്തോറും ഈ വിമർശനം ശക്തമാകാനാണ് സാധ്യത. ശബരിമല യുവതീ പ്രവേശനത്തിലേതുപോലെ CPM തിരുത്തി പറയേണ്ടി വന്നേക്കാം. ശബരിമല തിരിച്ചടിയായി അത് വി ജോയുടെ റിപ്പോർട്ടുള്ളതുപോലെ പ്രത്യാഘാതം തിരിച്ചറിയാൻ പാർട്ടി വൈകിപ്പോയി, അല്ലെങ്കിൽ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നൊരു ആത്മവിമർശപരമായ ഒരു ഉള്ളടക്കത്തിലേക്ക് CPM എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ നിലപാടുകളും അഭിപ്രായങ്ങളുമല്ല ശബരിമല വിഷയത്തിൽ താഴേക്ക് ചർച്ച പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഈ ചർച്ചയുടെയൊക്കെ അവസാനമാകും സംസ്ഥാന കമ്മിറ്റി CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന് അംഗീകാരം നൽകുക. ബൂത്ത് തലം വരെ, അതായത് CPMന്റെ സംഘടനാ രീതിയിൽ പറഞ്ഞാൽ ബ്രാഞ്ച് തലം വരെ ഈ ചർച്ചയുണ്ടാകും. അതിനുശേഷം അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാകും എല്ലാ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടാകും സംസ്ഥാന സമിതി, CPMന്റെ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൽ സ്വാഭാവികമായും ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ കീഴടങ്ങളിൽ നടക്കുന്നത്. ശരി, വി അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഘോഷയാത്ര ഡിസംബർ 26 വൈകിട്ട് ശരംകുത്തിയിലെത്തും. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുക. 27-നാണ് മണ്ഡലപൂജ. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, ഘോഷയാത്ര 26-നാണ് സന്നിധാനത്തെത്തുക. ഏതൊക്കെ രീതിയിലാണ് ഘോഷയാത്ര വരുന്ന വഴിയിലുള്ള ഒരുക്കങ്ങളും മറ്റും? അശ്വതി, പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. തങ്കയങ്കി ദർശിക്കാൻ നിരവധി പേരാണ് 5 മണി മുതൽ എത്തിയത്. 5 മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തങ്കയങ്കി പൊതുദർശനത്തിനായി വെച്ചത്. അതിനുശേഷം 7 മണിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് തങ്കയങ്കി മാറ്റി. പിന്നീട് അവിടെ നിന്നും 7 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കടന്നു വരുന്ന വഴികളിലെല്ലാം നിറവറയും നിലവിളക്കും ഒക്കെ വെച്ചാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അത് 3 ദിവസത്തെ യാത്രയാണ് ഈ സന്നിധാനത്തേക്കുള്ളത്. ആ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്കുണ്ട്. സായുധ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ തങ്കയങ്കി കടന്നുപോകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഈ തങ്കയങ്കി രഥഘോഷയാത്ര എത്തിച്ചേരുന്നത്. അവിടെ വിശ്രമിക്കും. തുടർന്ന് നാളെ രാവിലെ വീണ്ടും പുലർച്ചെ 7 മണിക്ക് അവിടുന്ന് പുറപ്പെടും. പിന്നീട് 25-ന് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. അവിടെ നിന്നും പുറപ്പെട്ട് 26-ന് വൈകിട്ട് പമ്പയിൽ എത്തിച്ചേരും. 5 മണിയോടുകൂടി തങ്കയങ്കി ശരംകുത്തിയിലെത്തും. അവിടെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും ഒപ്പം അയ്യപ്പ സേവാ സമിതിയുടെ ആളുകളും എല്ലാം ചേർന്ന് തങ്കയങ്കി സ്വീകരിച്ച ശേഷം സന്നിധാനത്തെത്തിക്കും. സന്നിധാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും അടക്കം തങ്കയങ്കി സ്വീകരിക്കും. അതിനുശേഷം 6:30 ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. 27 ഉച്ചയ്ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുക. ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ കടന്നു വരുന്ന സ്വീകരണ സ്ഥലങ്ങളിൽ, ഇവിടത്താവളങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേകം ഭക്തർ ക്രമീകരിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ തിരക്ക് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരണ ഇടങ്ങളുടെ എണ്ണം കൂടുതൽ കൂടിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പല സ്ഥലത്തിനും DCC ഇക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു താല്പര്യമെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും പല സ്ഥലത്തും തങ്കയങ്കിക്ക് സ്വീകരണം നൽകാൻ എത്തുന്നൊരു കാഴ്ച കൂടി പ്രാവശ്യമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഭക്തി നിർഭരമായ ഒരു യാത്രയാണ് തങ്കയങ്കി രഥഘോഷയാത്രയുടെ ഉള്ളത്. എന്തായാലും സന്നിധാനത്ത് 26-ാം തീയതി എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും വൈകിട്ട് ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കാൻ ശരി. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1,05,738 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്ന് 8 മണിവരെ 33,000-ലധികം പേർ അയ്യനെ തൊഴുതു. സന്നിധാനത്ത് ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി നടക്കും. ശബരിമലയിൽ വലിയ തിരക്കിലേക്ക് പോകുന്നു. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന് തന്നെ പറയാം. ഇന്നലെ ഏതാണ്ട് 1,00,000-ലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും അതേ തിരക്ക് തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം എന്നതാണ് ഇനി പറയാനുള്ളത്. ഇന്നിപ്പോൾ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര 26 ഉച്ചയോടുകൂടിയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അതിനുശേഷം ഏതാണ്ട് വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തുന്നു. 6:30 ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടി കയറ്റി തിരുനടയിലെത്തി ദീപാരാധന നടക്കുന്നു. തൊട്ടടുത്ത ദിവസം 27 രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജ, ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുക. ഇതിന്റെ മുഹൂർത്തം 11 മണിയാണ്. എന്തായാലും അന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ ഒരു മണ്ഡല പൂജ തീർത്ഥാടനത്തിന് പരിസമാപ്തമാകുകയാണ്. എന്തായാലും ഈ പല നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പുല്ലുമേട് ഉൾപ്പെടെയുള്ള വഴിയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം അടക്കം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 1000 പേരെ ചുരുക്കിയെങ്കിൽ പോലും അതിൽ കൂടുതൽ ഭക്തർ അതുവഴി നേരത്തെ ബുക്ക് ചെയ്തവരൊക്കെ എത്തുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. എരുമേലി പാതയുടെ അവസ്ഥയും അതുതന്നെയാണ്. രാത്രി ഏതാണ്ട് 2 മണി വരെ ഭക്തരെ കടത്തിവിടുന്നു 18-ാം പടിയിലൂടെ എന്നതുകൊണ്ട് തന്നെയാണ് താഴേക്കൊരു വലിയ തിരക്ക്. 1,00,000 പേരെത്തിയാൽ പോലും വലിയ ക്യൂ ഉണ്ടാകുന്ന സാഹചര്യം എന്തായാലും ഇപ്പോൾ നിലവിലില്ല. എന്തായാലും വലിയ തിരക്കിലൂടെ ശബരിമല സന്നിധാനം മുന്നോട്ട് പോവുകയാണ്. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? കൊച്ചി മേയർ ആരെന്നതിൽ തീരുമാനം നീളുകയാണ്. ഇന്നലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലും തീരുമാനമായില്ല. ജില്ലാ നേതൃത്വത്തിൽ ധാരണയായില്ലെങ്കിൽ KPCC തീരുമാനം പ്രഖ്യാപിക്കും. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുള്ളതിനാൽ മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനും സാധ്യതയുണ്ട്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അവിടെ അതിന് തീരുമാനമെടുക്കാൻ പ്രാപ്തരായവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇതുവരെ തീരുമാനമൊന്നും ആയില്ല. KPCC ഇടപെടേണ്ടി വരുമോ? അശ്വതി, ഇതിൽ KPCC അല്ല, അതിനു മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഒരു തീരുമാനം എന്ന രീതിയിലേക്ക് മാറുന്നില്ല. ഇനി ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുമോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. DCC കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന ചർച്ചകളുണ്ട്. ഇതിനെ കൌൺസിൽ, തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തി. അവിടെയും ഒരു സമവായത്തിലേക്ക് പോയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഒരു രഹസ്യ ബാലറ്റോ അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരുന്നെങ്കിൽ ഒരാളിലേക്ക് ചെല്ലുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു തുറന്ന ചർച്ച എന്ന രീതിയിലേക്കാണ് പോയത്. ആളുകൾ വ്യക്തമായ അഭിപ്രായം പറയാതെ ഒരു രീതിയിലേക്ക് മാറി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് സമവായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പോകണം. കാരണം ഇവരോരോരുത്തരും
ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉയർത്തിക്കാട്ടപ്പെടുമ്പോൾ ആർക്ക് പരിഗണന നൽകണം എന്ന ഒരു ആശയക്കുഴപ്പം പൊതുവിൽ വരുന്നുണ്ട്. പ്രധാന പേരുകാരെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ KPCC ഭാരവാഹിയായ ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയും കഴിഞ്ഞ ടൈമുകളിൽ 3 ടൈമുകളായി തുടർച്ചയായി കൌൺസിലറാവുന്ന VK ബിനിമോളും, ഒപ്പം തന്നെ ഷൈനി മാത്യുവും പരിഗണിക്കപ്പെടുന്നു. ഷൈനി മാത്യുവിന്റെ സെക്കൻഡ് ടൈം ആണെങ്കിൽ കൂടിയും അവർക്ക് A ഗ്രൂപ്പിന്റെ ഒരു പിന്തുണ അവർക്കുണ്ട്. ഏതാണ്ട് ജയിച്ചു വന്ന കൌൺസിലർമാരിൽ 20ഓളം പേര് A ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ രീതിയിലേക്ക് അവർക്ക് പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും ഈ രീതിയിലാണ് കളം ഉള്ളത്. ഇതിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കുമെന്നൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് PD സതീശന്റെ വാക്കുകൾ ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ അത് അന്തിമമായ ഒരു തീരുമാനം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റേത്. കാരണം അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെയാണ് ജില്ലയിൽ, പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലടക്കം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്ന തന്ത്രവുമായിട്ട് കോൺഗ്രസ് വളരെ നേരത്തെ ഇറങ്ങി UDF സംവിധാനങ്ങളെ ഉണർത്തി നല്ല രീതിയിൽ മികച്ച ഭൂരിപക്ഷം നേടാനായി 43 സീറ്റ് തനിച്ച് നേടാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ ആരാകും അധ്യക്ഷ എന്ന രീതിയിലേക്ക് ഒരു തർക്കത്തിലെ പരിഹാരം കാണാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 3 പേർക്കും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു. VK മിനിമോൾക്ക് സാധ്യത കൽപ്പിക്കുന്നവർ കൂടുതലാണ്. കാരണം അവർക്ക് കഴിഞ്ഞ ടേമുകളിലായിട്ട് അവരൊരു ഭരണ പരിചയം, അതോടൊപ്പം തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്ത രീതി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു സാധ്യത കൽപ്പിക്കുന്നവർ ഉണ്ട്. മറ്റൊന്ന്, ലത്തീൻ സഭ കൂടി ഇക്കാര്യത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് VK മിനിമോൾ, അതോടൊപ്പം തന്നെ ഷൈനി മാത്യു എന്നിവർ തങ്ങളുടെ പ്രതിനിധികൾ ആരും പേര് പ്രത്യേകം ഉയർത്തിക്കാട്ടാതെ ഈ 2 പേരുകളിലേക്ക് ഒരു നിർദ്ദേശം സഭ ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ ഒരു വികാരം ഏതായാലും പുറത്തുണ്ട്. കാരണം സഭയെല്ലാം ഈ രീതിയിലൊക്കെ ഇടപെട്ട കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് തീരുമാനിക്കണോ എന്നതടക്കമുള്ള ഒരു വികാരം കോൺഗ്രസ് കൌൺസിലർമാരിൽ തന്നെയുണ്ട്. എന്തായാലും ഈ പേരുകൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നതോടെ ഇത് സമവായത്തിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന തലവേദന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ വീതം വെക്കൽ എന്ന രീതിയിൽ തന്നെയായിരിക്കും മേയർ സ്ഥാനം പോകുക എന്ന കാര്യത്തിൽ തീരുമാനമാണ്. അത് 2 പേരാണോ 3 പേരാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. ശരി ഡാൻ. ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് മുൻ മേയറും MLAയുമായ VK പ്രശാന്ത്. CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം. മേയർ ജനകീയമായി പ്രവർത്തിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് MLAമാരെന്ന് യോഗത്തിൽ K. ആൻസലൻ ചൂണ്ടിക്കാട്ടി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഇന്ന് മുതൽ അടുത്ത മാസം 22 വരെ ഇതിനുള്ള അവസരം ലഭിക്കും. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ, കരട് വോട്ടർ പട്ടിക ഇന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, ഒരു കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടടക്കം വലിയ ആശങ്കകൾ കഴിഞ്ഞ ഈ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിംഗിൽ പ്രകടമാക്കിയിരുന്നു. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു SIRുമായി ബന്ധപ്പെട്ടൊരു യോഗം നടന്നിരുന്നു. അതിലടക്കം വലിയൊരു ആശങ്കകൾ, അതായത് ഈ കണ്ടെത്താൻ കഴിയാത്തവർ എന്ന ഗണത്തിൽപ്പെടുത്തി വലിയൊരു ശതമാനം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവരെ എത്തരത്തിലാണ് വീണ്ടും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുക? ഇത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ഒരു കരട് പട്ടിക ആയിക്കോട്ടെ, അന്തിമ പട്ടിക ആയിക്കോട്ടെ, ഇതൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു കാലയളവടക്കം വളരെ കുറവാണെന്ന വലിയൊരു ഗുരുതരമായ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിലടക്കം കേരളത്തിന്റെ ഭാഗത്ത് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം പ്രതികരിച്ചത്. ഇതിലിപ്പോൾ 24,08,000 പേരാണ് പട്ടികയിൽ നിന്നും പുറമെ പോയിട്ടുള്ളത്. അതിൽ പല ഗണത്തിൽപ്പെടുത്തിയാണ്, അതായത് മരണപ്പെട്ടുപോയവരും സ്ഥിരമായി താമസം മാറിയവർ, കണ്ടെത്താൻ കഴിയാത്തവർ എന്ന ഗണത്തിൽപ്പെടുത്തി വലിയൊരു ശതമാനം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവരെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയാതെ പോയത്? അത് വളരെ കൃത്യമായി ഓരോ പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു ഈ ഒരു രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ യോഗത്തിലടക്കം എടുത്തു പറഞ്ഞത്. ഈ ശ്രീവരാഹം വാർഡിലടക്കം 1200 വോട്ടർമാരുള്ളതിൽ 700 പേരിലധികം ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം എടുത്തു കാണിച്ചിരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയാതെ പോവുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും വലിയ വോട്ടർമാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് BLOമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്
വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് വോട്ടർ പട്ടികയിൽ നിന്നും പുറമേ പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അത് എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു കരട് പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉണ്ടെങ്കിൽ അത് ജനുവരി 21 വരെ സമർപ്പിക്കാൻ പറ്റും. ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടവർക്ക് ഫോം 6 വഴി ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിരതാമസമില്ല, അതായത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫോം 6A എന്നൊരു ഫോം കൂടി നൽകി ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. പക്ഷേ ഇതിനും വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. ആ ഒരു സമയത്താണ് ഈ ഒരു BLOമാരടക്കം ഈ ഒരു SIRന്റെ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങിയത്. അതും ആ സമയത്തും രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൂടുതൽ മലയാളികൾ കേരളത്തിലേക്ക് എത്തും. ആ സമയത്തടക്കം ഇതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഇതിലെ പല ബുദ്ധിമുട്ടുകളും, അതായത് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട്. അതിലടക്കം ഈ ഒരു പല ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. അതിലൊരു മറുപടി വന്നിട്ടില്ല. ഇതിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരും, കൂടുതൽ കാലാവധി നൽകുമോ എന്ന തീരുമാനമടക്കം കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ കേന്ദ്രം തീരുമാനിക്കുന്നത് പോലെയായിരിക്കും. നിലവിൽ ഇന്ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. അതിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ശരി സാർ. കേരളത്തിന് പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ആൻഡമാൻ നിക്കോബാറിലും പട്ടിക ഇന്ന് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിക്കും. നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച തമിഴ്നാട്ടിൽ 97 ലക്ഷം പേരെയും ഗുജറാത്തിൽ 73 ലക്ഷം പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നേപ്പാൾ യുവതി ദുർഗയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ട് 6:30 ദുർഗയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. അടുത്ത 32 മണിക്കൂറുകൾ നിർണായകമാണ്. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നമുക്കൊക്കെ വലിയ സന്തോഷം പകരുന്ന, ആത്മവിശ്വാസം പകരുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ വന്നത്. ദുർഗയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ദുർഗയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരം എന്ന രീതിയിൽ തന്നെയാണ് മെഡിക്കൽ സംഘം വിലയിരുത്തുന്നത്. 32 മണിക്കൂറുകൾ നിർണായകമാണ്. സ്വാഭാവികമായും വലിയ നിരീക്ഷണത്തിലും എല്ലാം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇന്നലെ ശസ്ത്രക്രിയ പൂർത്തിയായ ഉടൻ തന്നെ ICUയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഹൃദയം സ്പന്ദിച്ചു തുടങ്ങി എന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം തന്നെയും ഇനിയുള്ള നിരീക്ഷണമാണ് ഇനി പ്രധാനം. 32 മണിക്കൂറുകൾ അത് ഡോക്ടർമാരുടെ നിരീക്ഷണം, പൂർണ്ണ നിരീക്ഷണത്തിലടക്കം തുടരുകയാണ്. എന്തായാലും വിജയകരമായ ഒരു ശസ്ത്രക്രിയയാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ വഴികളും വേറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. അശ്വതി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്, ആരോഗ്യരംഗത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയായിരുന്നു ഇത്. രാജ്യത്ത് തന്നെ സർക്കാർ കീഴിലുള്ള ജനറൽ ആശുപത്രികളിൽ നടക്കുന്ന ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. സുസജ്ജമായ രീതിയിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നടത്തിയ ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായാണ് ആ സർക്കാർ നടത്തിയത്. അത് മറ്റൊരു രാജ്യത്ത് നേപ്പാൾ യുവതിക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടന്നത്. ഇതിന് നിയമങ്ങൾ ആദ്യഘട്ടത്തിൽ തടസ്സമായിരുന്നുവെങ്കിലും പിന്നീട് ഹൈക്കോടതി വഴി വളരെ ഇടപെടൽ നടത്തുകയും ഒപ്പം തന്നെ മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് ചികിത്സ, അവരുടെ ജീവൻ നിലനിർത്തുക എന്നത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് മാനുഷികമായ പരിഗണന നൽകുക എന്ന ഹൈക്കോടതി നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് അടിയന്തരമായി ഇവരുടെ ചികിത്സ പരിഗണിക്കുകയും ഈ ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം സുസജ്ജമായതാണ് ഈ പുതിയ വാർഡും സംവിധാനവും എല്ലാം തന്നെ, ശസ്ത്രക്രിയാ സംവിധാനവും എല്ലാം തന്നെ. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു ദുർഗാകാമിയുടേത്. ദുർഗാകാമിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർണ്ണ വിജയം എന്നതിന്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 11 മണിയോടുകൂടി ഡോക്ടർമാരുടെ സംഘം എന്ന മാധ്യമങ്ങളെ കാണും. ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് സൂചന. മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മ ഉഷയും ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും.
പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. 4 RSS പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായത്. ഇനിയും 10 പേരെ പിടികൂടാനുണ്ട്. മിക്ക പ്രതികളും സംസ്ഥാനം വിട്ടതായാണ് സൂചന. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PM ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിൽ ആൾക്കൂട്ടക്കൊല, SC/ST അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട രാം നാരായണന്റെ മൃതദേഹം രാവിലെ 11:30 വിമാനത്തിൽ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. വയനാട്ടിലെ പുൽപ്പള്ളി മേഖലയിൽ 2 കടുവകൾ കൂടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നുണ്ടെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഇതിൽ ഒരു കടുവയ്ക്ക് പ്രായക്കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളെ പിടികൂടാനും മനുഷ്യരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. മാരനെ കൊലപ്പെടുത്തിയതും പ്രായക്കൂടുതലുള്ള കടുവയാണ് എന്നാണ് നിഗമനം. വനത്തിൽ പോകുന്ന ഗോത്രവിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം വൈറ്റിലയിൽ വാഹനാപകടം. കാൽനടയാത്രക്കാരനെ ഇടിച്ച കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. കാൽനടയാത്രക്കാരനും കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. വൈറ്റില ഇടപ്പള്ളി ദേശീയപാതയിൽ ചളിക്കവട്ടത്ത് ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച കാൽനടയാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. ഹൈവേ പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി. വടക്കേ ഇന്ത്യയിൽ പുകമഞ്ഞ് അതിരൂക്ഷം. ഡൽഹിയിലേക്കുള്ള 500-ലധികം വിമാനങ്ങൾ വൈകി 14 സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി ട്രെയിൻ സർവീസുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. മഞ്ഞിന്റെ കട്ടിയുള്ള പാളി ദൂരക്കാഴ്ചയെ ബാധിക്കുന്നതിനാലാണ് ഗതാഗതം താറുമാറായത്. ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെ 400-ന് മുകളിലാണ് ശരാശരി AQI രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള കോൺസുലാർ വിസ സേവനങ്ങൾ നിർത്തിവെച്ച് ബംഗ്ലാദേശ്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെയാണ് തീരുമാനം. വിഷയം ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിച്ചത് ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ധാക്കയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിസ സേവനങ്ങൾ ബംഗ്ലാദേശ് നിർത്തിവെച്ചത്? അശ്വതി, കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ 25ഓളം പേർ തടിച്ചുകൂടി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ഒരു പ്രകടനമെന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വളരെയധികം ഊതി വീർപ്പിച്ച് ഒരു പ്രശ്നവൽക്കരിച്ചായിരുന്നു ഇതിനെ അവതരിപ്പിച്ചത് ബംഗ്ലാദേശിൽ. എന്നാൽ ഇന്ത്യ ഇന്നലെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു സംഭവം ഒന്നും നടന്നിട്ടില്ല. കേവലം 25 പേർ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടത്തിയത്. അല്ലാതെ ഈ ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന് നേരെയോ ഉദ്യോഗസ്ഥർക്ക് നേരെയോ യാതൊരുവിധ ആക്രമണങ്ങളും സംഭവങ്ങളും നടന്നിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇന്ത്യയിലുള്ള ഈ കോൺസുലേറ്റ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഒരു അറിയിപ്പ് ബംഗ്ലാദേശ് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച ഒരു നോട്ടീസ് ഡൽഹിയിലുള്ള ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പതിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഈ വിവരം എല്ലാവരും അറിയുന്നത്. അതിനുശേഷം ത്രിപുരയിലുള്ള അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെ ഓഫീസും അടയ്ക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഈ വെസ്റ്റ് ബംഗാളിൽ ഈ ബംഗ്ലാദേശിലേക്ക് വിസ സേവനങ്ങൾ നൽകുന്ന ഒരു സ്വകാര്യ ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിരുന്നു. ആ ഒരു സ്വകാര്യ ഏജൻസിയുടെ പ്രവർത്തനവും ബംഗ്ലാദേശ് നിർത്തിവെക്കുകയുണ്ടായി. ഇത് ഇന്ത്യയുടെ ഒരു വാക്കുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന, അതിനെ വകവയ്ക്കാത്ത ഒരു നടപടിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ
ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയത് ഈ ദീപു ചന്ദ്രദാസിനെതിരെയുള്ള ഈ ആക്രമണത്തെ മാത്രം വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നൊരു നെറേറ്റീവ് നൽകാനാകില്ല. എല്ലാ രാജ്യങ്ങളും അവരുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നൊരു പരോക്ഷ വിമർശനം ഇന്ത്യക്ക് നൽകുന്ന തരത്തിലായിരുന്നു ബംഗ്ലാദേശിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ നയങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും കൊണ്ടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. അവരുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ മറ്റ് നടപടികളൊന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ വരുന്നില്ല. കൊല്ലപ്പെട്ട പ്രമുഖ നേതാവായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകി, ഈ കൊലപാതകിയെ സംബന്ധിച്ച് സൂചന നൽകുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. 2 വ്യക്തികളെ ഇത് സംബന്ധിച്ച് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരാളുടെ പേര് ഫൈസൽ കരീം മസൂദ് ആണെന്ന് വരെ ഐഡന്റിഫൈ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവരെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും അവർ സ്വീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, അവിടെ സംഘർഷം ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവർ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 12 തന്നെ നൽകുമെന്ന് ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി മുൻപ് പാകിസ്ഥാൻ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് എല്ലാം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത്. അതുതന്നെയാണ് നിലവിൽ ബംഗ്ലാദേശും സ്വീകരിച്ചു വരുന്നത്. ശരി അജയ്, ഒന്ന് തുടരണം. മറ്റു വാർത്ത, ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ യുക്രൈനെ പഴിച്ച് റഷ്യ രംഗത്തെത്തിയിരിക്കുന്നു. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്നാണ് ആരോപണം. ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവാണ് കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് മരിച്ചത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്കുള്ള ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യയായ ഖർക്കീവിലെ വീഴ്ച പട്ടണത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. പോർട്ട് സിറ്റിയായ ഒഡീസയിലും ആക്രമണം തുടരുകയാണ്. അജയ്, ഇത്തരത്തിൽ സമാധാന ചർച്ചകൾക്കിടെ ഇത്തരം നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും അശ്വതി, ഇത് ഈ അടുത്ത് ഇത്ര വലിയൊരു ആക്രമണം ഇപ്പോൾ റഷ്യ കടുപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. പ്രധാനമായിട്ടും യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നും മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടായതായിട്ടും അമേരിക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഫ്ലോറിഡയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു, അതായത് റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന നയം. യുക്രൈൻ ഇതുവരെയും സമ്മതിച്ചു കൊടുത്തിട്ടില്ല പൂർണ്ണമായി. അതായത് യുക്രൈൻ്റെ ഭാഗമായി റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ അത് റഷ്യ വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടാണ് റഷ്യ സ്വീകരിച്ചത്. യുക്രൈൻ ഇത് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് എന്നാണ് US-നോട് അഭിപ്രായപ്പെട്ടത്. എന്നാൽ റഷ്യ ഈ നിലപാടിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ നിലപാടായിട്ടുള്ള നാറ്റോയിൽ ഇപ്പോൾ യുക്രൈൻ അംഗത്വമെടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് അത് യുക്രൈൻ ഏറെക്കുറെ അംഗീകരിച്ച കാര്യമാണ്. പകരം US നാറ്റോയ്ക്ക് സമാനമായ ഒരു സംരക്ഷണം യുക്രൈന് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു റഷ്യയുടെ നിബന്ധനയിൽ നിന്ന് യുക്രൈൻ പിന്നോട്ട് പോയി. എന്നാൽ രണ്ടാമത്തെ നിബന്ധന അത് റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈൻ ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് ഡോൺബാസ് മേഖലയാണ് റഷ്യ പിടിച്ചടക്കിയിട്ടുള്ളത്. ഇപ്പോൾ യുക്രൈൻ്റെ കൂടുതൽ മേഖലകൾ കൂടി തങ്ങളുടെ കൈവശം ആക്കാനുള്ള ഒരു നടപടികളാണ് റഷ്യ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നിലവിലെ ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരിക. പ്രധാനമായിട്ടും അവിടെയുള്ള ഈ തുറമുഖ നഗരങ്ങളും അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ഖാർക്കീവ് മേഖലയിലുള്ള പല പ്രദേശങ്ങളിലും ഉൾപ്പെടെ റഷ്യ നിലവിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിങ്കടലിലേക്ക് ഒരിക്കലും യുക്രൈനെ പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാട് കൂടി റഷ്യ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് റഷ്യയുടെ ചില ഷാഡോ ഷിപ്പുകളെ, ചില കപ്പലുകളെ ഉൾപ്പെടെ യുക്രൈൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പ്രതികാരമായിട്ടാണ് യുക്രൈനെ കരിങ്കടൽ കാണിക്കില്ല എന്നൊരു നിലപാട് റഷ്യ എടുത്തുകൊണ്ട് നിലവിലെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ യുക്രൈൻ്റെ തെക്കൻ മേഖലയിലുള്ള തുറമുഖ നഗരങ്ങളെയും കിഴക്കൻ മേഖലയിൽ ഉള്ള ഖാർക്കീവ് മേഖലയെയും എല്ലാം കേന്ദ്രീകരിച്ച് റഷ്യ ആക്രമണം കടുപ്പിച്ചു. ഇത് കൂടുതൽ പ്രദേശങ്ങളെ റഷ്യയുടെ കൈവശം വരുത്തി യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫാനിൽ സരോവ് എന്ന് പറയുന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണം ഇത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷം കൊല്ലപ്പെടുന്ന റഷ്യയുടെ 3ാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഫാനിൽ എന്ന് പറയുന്നത്. ഇതിന് എല്ലാത്തിനും പിന്നിൽ യുക്രൈൻ്റെ രഹസ്യാന്വേഷണ സേനയാണ് എന്നാണ് റഷ്യയുടെ ആരോപണം. ശരി അജയ്.
സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായത്തിന്റെ അപേക്ഷാ ഫോം ഇന്നു മുതൽ വിതരണം ചെയ്യും. 35നും 60നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് പദ്ധതി. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവർക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒരു പവന് 1,16,600 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 220 രൂപയാണ് ഇന്ന് കൂടിയത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, 1 ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണവില. അശ്വതി, എൻ്റെ പൊന്നെ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. കാരണം ഈ കല്യാണ ആവശ്യത്തിനൊക്കെയായി ഇത്തരത്തിൽ സ്വർണം വാങ്ങിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഈ ഒരു വില ഇങ്ങനെ വളരെയധികം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതും 1 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പവന് 1,16,600 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ അതായത് ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ, അതായത് ഈ പണിക്കൂലി അടക്കം കണക്കാക്കിയാൽ പോലും ഏകദേശം ഒരു 1,10,000 മുതൽ ഏകദേശം 1,12,000 രൂപ വരെ ഈ ഒരു ഘട്ടത്തിൽ നൽകേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. അതായത് 3% GST, ഹോൾമാർക്കിംഗ് ചാർജ്, ആഭരണത്തിന്റെ പാറ്റേൺ അനുസരിച്ചുള്ള പണിക്കൂലി എന്നിവയാണ് ഈ സ്വർണ്ണവിലയ്ക്ക് പുറമെയുള്ള ചാർജുകൾ ഈടാക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ സ്വർണ്ണത്തിന് വില നൽകേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സ്വർണ്ണത്തിന് വില ഉയർന്നേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിന് ഏറ്റവും ആദ്യം കാലങ്ങളിൽ നമുക്കറിയാം 1979 കാലഘട്ടങ്ങളിലായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ സ്വർണ്ണത്തിന് വലിയ രീതിയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയും വില അധികം വർദ്ധിക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് ഇറാനിൽ നടന്ന സംഘർഷങ്ങൾ, അവിടെ യുദ്ധസമാനമായ സാഹചര്യം, അതൊക്കെയായിരുന്നു ഈ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിവെച്ചെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്വർണ്ണത്തിന് ഇത്രയധികം വില കൂടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് ഏകദേശം 1,760 രൂപയാണ് ഇന്ന് മാത്രം കൂടിയത്. ഗ്രാമിന് 220 രൂപ കൂടി കടന്ന് 1,01,600 രൂപ നൽകിയാൽ പോരാ, അതിന് പണിക്കൂലി ഉൾപ്പെടെ നൽകി. സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ സ്വർണ്ണവിലയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അശ്വതി, അതാണ് MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സ്വർണം ഒരു മികച്ച നിക്ഷേപമായി കാണുന്നവർക്കും അത് ആശ്വാസകരമായ, സന്തോഷകരമായ വാർത്തയാണ്. എന്തായാലും പവന് 1,01,600 രൂപയായിരിക്കും ഇന്നത്തെ സ്വർണ്ണവില എന്നുള്ളതാണ്. ഗ്രാമിന് 220 രൂപയാണ് കൂടിയത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശ്രീലങ്കയിൽ. ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായകയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. പുതിയ നയതന്ത്ര സാമ്പത്തിക കരാറുകളിൽ ചർച്ച നടത്തുമെന്ന് ആണ് വിവരം. അജയ് സുധാബിജ് വിവരങ്ങൾ നൽകും. അജയ്. അശ്വതി, ഇത് S ജയശങ്കറിൻ്റെ 8ാമത്തെ ശ്രീലങ്കൻ സന്ദർശനമാണ്. ഇതിനു മുൻപേ 2024 അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശവാഹകനായിട്ടാണ് അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയത്. ഇന്നലെ അദ്ദേഹം ശ്രീലങ്കയിൽ തങ്ങി. ഇന്നാണ് പ്രധാനമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നടത്താനായി നിർണയിച്ചിട്ടുള്ളത്. ഇന്ന് അവിടുത്തെ പ്രസിഡന്റായിട്ടുള്ള അനുരാഗ് കുമാര ദിസനായകയുമായിട്ട് S ജയശങ്കർ ചർച്ച നടത്തും. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മിഷൻ അത് ശ്രീലങ്കയിൽ നടക്കുന്നുണ്ട്. അത് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വീശിയടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അവിടെ ശ്രീലങ്കയിൽ നടത്തിയ ഓപ്പറേഷൻ സാഗർ ബന്ധു, ഇതിൻ്റെ പുരോഗതി അതെല്ലാം S ജയശങ്കർ വിലയിരുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപേ നവംബർ 28-ാം തീയതിയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് അത് ശ്രീലങ്കയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയത്. അവിടെ നിരവധി വീടുകൾ തകരുകയും അവിടെയുള്ള ഒരുപാട് ജില്ലകളെ ഇത് കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് മരണങ്ങൾക്കും ഇത് വഴിവെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, കുടിവെള്ളം, അതുപോലെ തന്നെ മറ്റ് ധനസഹായങ്ങൾ എന്നിവ ഈ ഒരു ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ ഭാഗമായി എത്തിച്ച് നൽകിയിരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ നെയ്ബർ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയുടെ അടിസ്ഥാനമാക്കി ശ്രീലങ്കയ്ക്ക് നിരവധി ധനസഹായങ്ങൾ ഇന്ത്യ ഇതിനു മുൻപ് തന്നെ നൽകി വരുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രീലങ്കയിൽ ഇപ്പോൾ ഒരു പുതിയ അധികാര കൈമാറ്റവും സർക്കാരിനെതിരെയുള്ള കലാപങ്ങളെല്ലാം ശക്തമായ സാഹചര്യത്തിൽ അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മൊത്തം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് $7 ബില്യൺ മുകളിലുള്ള സഹായമാണ് നൽകി വരുന്നത്. നിലവിൽ ഇന്ത്യ നൽകിയ $780 മില്യൺ പദ്ധതികൾ അത് ശ്രീലങ്കയിൽ നടപ്പിലാക്കി വരുന്നു. $390 പദ്ധതികൾ അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി $170 പദ്ധതികൾ കൂടി പൂർത്തിയാകാനുണ്ട്. ഇവയുടെ പുരോഗതി കൂടി S ജയശങ്കർ വിലയിരുത്തും
വിലയിരുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചർച്ചയിൽ കൂടുതൽ നയതന്ത്ര ബന്ധത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളും ഉൾപ്പെടെ ചർച്ചയാകുമെന്നാണ് വിവരം. പുതിയ കരാറുകൾ ഉൾപ്പെടെ ഒപ്പിടാനുള്ള സാധ്യതയുമുണ്ട്. ശരി അജയ്. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കലാണ് BJP ലക്ഷ്യം വെക്കുന്നതെന്ന് ബെർലിനിലെ ഹേത്തി സ്കൂളിൽ നടന്ന അഭിസംബോധനയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുകയാണ്. BJPക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ ഒരു കേസ് പോലും ഇല്ലെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ വിദേശ മണ്ണിൽ വെച്ച് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി അവഹേളിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണെന്ന് BJP തിരിച്ചടിച്ചു. Is essentially the elimination of the constitution, elimination of the idea of equality between states, elimination of the idea of equality between languages and religions, elimination of the idea of the central core of the constitution, which is that every individual should have the same value. And if you think about it, without dissing the Europeans, no, seriously. റോഡിലെ വെള്ളക്കെട്ടും ചെളിയും മൂലം പ്രയാസത്തിലായി യാത്രക്കാരും നാട്ടുകാരും. കോഴിക്കോട് മുക്കം മാമ്പറ്റ ബൈപ്പാസിലെ കുറ്റിപ്പാല അങ്ങാടിയിലാണ് ഈ ദുരവസ്ഥ. 1.5 വർഷം മുൻപ് നവീകരണം തുടങ്ങിയ റോഡിൽ ഏറെ പ്രയാസപ്പെട്ടാണ് നാട്ടുകാരുടെ യാത്ര. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ നവീകരണം തുടങ്ങിയിട്ട് 1.5 വർഷമാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. പുതിയ പൈപ്പ് ഇടാനെടുത്ത കുഴി വെള്ളം കെട്ടി ചെളിക്കുളമായി. വൻതോതിൽ വെള്ളം റോഡിലേക്കും ഒഴുകിയെത്തുന്നു. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഏറെ കഷ്ടപ്പെടുകയാണ്. പലവട്ടം നാട്ടുകാർ പ്രതിഷേധിച്ചു. പണി തുടങ്ങിയിട്ട് 15 മാസമായിന്. പണി തുടങ്ങിയിട്ട് 3-4 പണിക്കാരെ വെച്ചിട്ടാണ് പണിയെടുപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം, ഒരു 5-6 കൂടുതൽ പണിക്കാരില്ല. ഇപ്പോൾ ഈ അഗസ്റ്റ് പണി ബ്ലോക്കും കൂടി വന്നോട് കൂടിയിട്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് പണിയൊന്ന് നിർത്തി വെച്ചു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും തുടങ്ങി. ഇവിടെ ഈ കാണുന്ന വെള്ളക്കൊട്ട് ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായിന്. നിരന്തരം പൈപ്പ് പൊട്ടി വാട്ടർ അതോറിറ്റിന്റെ വെള്ളം ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ ഒലിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇതിനോട് യാതൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഓല് പെരുമാറുന്നത്. മുക്കം അഗസ്ത്യൻമുഴിയിൽ ഗതാഗത കുരുക്കിൽ മണിക്കൂറുകളാണ് ആളുകൾ വലയുന്നത്. അപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പണിയൊക്കെ നിർത്തി വെച്ചായിട്ട് ആൾക്കാരെ എതിർപ്പ് കൂടിയുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇപ്പൊ ഈ വേനൽക്കാലമായി മഴ ഒന്നുമില്ല, പക്ഷെ അവിടെ റോഡിൽ വെള്ളമാണ്. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. ഇപ്പൊ അഗസ്ത്യമുഴിയിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആൾ ആശ്രയിക്കുന്ന റോഡ് ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പ്രവൃത്തി വൈകാൻ കാരണമായി. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയില കൃഷി പ്രതിസന്ധിയിലാണ്. പലയിടങ്ങളിലും താപനില -ഡിഗ്രിയിലെത്തിയതിന് പിന്നാലെ ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ശക്തമായ വെയിലും ചൂടുമാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലും പരിസര പ്രദേശത്തും -ഡിഗ്രി താപനിലയാണ് സ്ഥിരമായി രേഖപ്പെടുത്തുന്നത്. തണുപ്പ് ശക്തമായതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു. എന്നാൽ മഞ്ഞുവീഴ്ച തോട്ടമേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഏക്കർ കണക്കിന് തേയിലച്ചെടികളാണ് മഞ്ഞുവീഴ്ചയിൽ നശിച്ചത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 30 ഏക്കറും കണ്ണൻദേവൻ കമ്പനിയുടെ 100 ഹെക്ടറോളം തേയിലച്ചെടികളുമാണ് കരിഞ്ഞുണങ്ങിയത്. പുലർച്ചെയുണ്ടാകുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയും ഇതിനുശേഷം അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏകദേശം 121 ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ് വന്നടിഞ്ഞ് ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 1500ഓളം തൊഴിലാളികൾക്ക് ഈ 3 മാസത്തേക്ക് വേല ചെയ്യേണ്ടിയിരുന്ന കൊളുന്ത് ഞങ്ങൾക്ക് ഇതുമൂലം നഷ്ടമായിരിക്കുകയാണ്. ഇത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പൊതുവെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എസ്റ്റേറ്റിൽ ഇതേ ഒരു അവസ്ഥ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അന്ന് ഏകദേശം ഇത്രയും തന്നെ ഒരു 125 ഏക്കറോളം സ്ഥലം ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് മഞ്ഞും വീണ് തേയിലയുടെ മേളിൽ പൂർണ്ണമായിട്ടും ഈ മഞ്ഞുപാളികളാൽ നിറയുകയാണ് ആ ഒരു അവസ്ഥ വരുന്നത്. ഏറ്റവും മികച്ച കൊളുന്ത് ലഭിക്കുന്ന പ്രദേശത്താണ് തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. ഇവ വീണ്ടും വിളവെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ
മാസങ്ങൾ വേണ്ടിവരും. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച മൂന്നാറിലെ തോട്ടമേഖലയെ പ്രതികൂലമായി ബാധിച്ചത്. വരും ദിവസങ്ങളിൽ സമാനമായ താപനില മൈനസിൽ തുടർന്നാൽ തോട്ടമേഖലയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് 18 ഇടുക്കി. ഓണാട്ടുകരയുടെ സാമൂഹിക കലാ കായിക രംഗങ്ങളിൽ നിസ്തൂലമായ സംഭാവനകൾ നൽകിയ പ്രയാർ ഫ്രണ്ട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ 26-ന് തിരിതെളിയും. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സുവർണ ജൂബിലി ലോഗോ പ്രകാശനം കരുനാഗപ്പള്ളി MLA CR മഹേഷ് നിർവഹിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷമീൻ, സ്വാഗത സംഘം ചെയർമാൻ KR വത്സൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഈ ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്. നമസ്കാരം.